Cock, Gladiator 2. My name is Maximus Decimus Meridius, commander of the armies of the North, general of the Felix Legions, and loyal servant to the true emperor Marcus Aurelius. Father to a murdered son, husband to a murdered wife, and I will have my vengeance in this life or the next. ഇത് പറയാൻ വേണ്ടിയിട്ട് ബൈഹാർട്ട് പഠിച്ചിട്ട് പറഞ്ഞതല്ല കണ്ടതാണ്. പൊങ്ങി സാധനം പൊങ്ങി. എത്രയോ വർഷമായിട്ട് റിപ്പീറ്റഡ്ലി ഞാൻ പലവട്ടം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സീനാണ് ഗ്ലാഡിയേറ്ററിലെ റിഡ്ലി സ്കോട്ടിൻ്റെ റസൽ ക്രോവിൻ്റെ ഗ്ലാഡിയേറ്ററിലെ ഈ സീൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സീക്വൽ ഇറങ്ങുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും റിഡ്ലി സ്കോട്ടിനെ ഡയറക്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷ കംപ്ലീറ്റ്ലി മീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഗ്ലാഡിയേറ്റർ എന്ന് പറയുന്ന സിനിമ, അതുപോലെ ട്രോയ് എന്ന് പറയുന്ന സിനിമ, ഇതൊക്കെ ഈ എപ്പിക് ആക്ഷൻ പീരിയോഡിക് ഹിസ്റ്റോറിക് പരിപാടിയാണല്ലോ. അപ്പം അങ്ങനെയുള്ളൊരു സിനിമ കാണുമ്പോൾ കിട്ടുന്ന ഒരു അപാരമായിട്ടുള്ള ഫീലുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ പോയി സത്യം പറഞ്ഞാൽ ഈ റോമൻ എംപയർ, അവിടുത്തെ വാരിയേഴ്സ്, ഇവരെ കാണുന്ന സമയത്ത് ഭയങ്കരമായിട്ട് അങ്ങനെയൊക്കെ ജനിച്ചാൽ മതിയെന്ന് തോന്നിപ്പോൾ. അതുപോലത്തെ സംഭവമാണ് ഇങ്ങനത്തെ പടങ്ങൾ കാണുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ 2000 ഇറങ്ങിയ പടമാണ് ഗ്ലാഡിയേറ്റർ. 2001 5 ഓസ്കാർ തൂക്കിയ പടമാണ് റസൽ ക്രോ ബെസ്റ്റ് ആക്ടർ ഉൾപ്പെടെ. നമ്മുടെ ഇപ്പോഴും ജോക്കറിലൊക്കെ അഭിനയിച്ച ശേഷം കൂടുതൽ പേർക്ക് അറിയുന്ന ഹോക്കിൻ ഫീനിക്സ് ഉണ്ട്, അതുപോലെ തന്നെ റസൽ ക്രോയും. അപ്പോൾ ആ ഒരു പടം കണ്ടിട്ട് കിട്ടിയ ഇമോഷൻസ് എന്താണോ അത് തന്നെ ഈ പടത്തിനും കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ സീക്വൽ എന്ന് പറയുന്ന സമയത്ത് ഇതിൽ പിന്നെ ഇദ്ദേഹത്തിൻ്റെ മകനാണ്, മാക്സിമസിൻ്റെയും ലുസീലിയുടെയും മകൻ. ലുസീലി ആരാണെന്ന് നേരത്തെ പടം കണ്ടിട്ടുള്ളവർക്ക് അറിയാം. കോനി നെൽസൺ ചെയ്തിട്ടുള്ള കഥാപാത്രം അവർ ഈ സിനിമയിലുണ്ട്, പ്രായമായി. അതുപോലെ മകനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് പോൾ മെസ്കലാണ്. ഗംഭീര പെർഫോമൻസാണ്. പുള്ളി കഥാപാത്രത്തിൻ്റെ പേര് ലൂസിയസ് വെറസ്. ഉട്ടനീളം ഗംഭീര പെർഫോമൻസാണ്. അവരറിയാലോ മാക്സിമസിൻ്റെ മകനാണല്ലോ. റസൽ ക്രോ ചെയ്ത കഥാപാത്രത്തിൻ്റെ സീക്വലാണല്ലോ, അപ്പോൾ ഗത്ത് വേണ്ടേ, അത് പുള്ളിക്കുണ്ട്. റോമൻ ആർമി ജനറലായിട്ട് മാർക്കസ് അക്കേഷ്യസ് എന്ന് പറയുന്ന കഥാപാത്രം ചെയ്തിരിക്കുന്ന പെഡ്രോ പാസ്കലാണ്. പുള്ളി വളരെ നൈസാണ്. ആ ക്യാരക്ടറോട് വല്ലാത്തൊരു എമ്പതി തോന്നും. അങ്ങനെ ഇത്തരം ഈ എപ്പിക് പരിപാടിക്കകത്ത് അങ്ങനത്തെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. മറ്റൊന്ന് ട്രോയിൽ ഹെക്ടർ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ ഭയങ്കര ഫേവറേറ്റ് കഥാപാത്രമാണ്. അക്കിലിയസ് ചാമ്പ്യതാണ്. പക്ഷേ അതുപോലെ തന്നെ ഇതിലും ഏകദേശം അതൊക്കെ തന്നെയാണ് അവസ്ഥ. അത് പുള്ളി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡെൻസൽ വാഷിങ്ടൺ, ഓഫ് കോഴ്സ്, പുള്ളിയുടെയൊക്കെ റേഞ്ച് അറിയാലോ. പുള്ളി ഇതിൽ കിടുവാണ്. പുള്ളി അവതരിപ്പിച്ച കഥാപാത്രം മാക്രിനസ് എന്ന് പറയുന്ന ഒരു ഇദ്ദേഹത്തെ വാങ്ങുന്നത്, ഗ്ലാഡിയേറ്ററിനെ സ്ലേവായിട്ട് വാങ്ങിക്കുന്നത് ഇദ്ദേഹമാണ്, ഡെൻസൽ വാഷിങ്ടൻ്റെ കഥാപാത്രം. സിനിമ ആരംഭിക്കുന്നത് തന്നെ ടൈറ്റിൽ കാർഡിൽ ഗ്ലാഡിയേറ്ററിലെ കുറേ സീൻസിൻ്റെ ഇമേജസ് ഇങ്ങനെ ഗ്രാഫിക്കലി കാണിച്ചുകൊണ്ടാണ്. അത് ഭയങ്കര ഫീലാണ്. അങ്ങനെ കണ്ട് നമ്മളെ പടത്തിലേക്കും കൊണ്ടുവരികയാണ്, അതിൻ്റെ ഒരു സീക്വലായിട്ടും കൊണ്ടുവരികയാണ്. ബിഗിനിങ് ഓപ്പണിംഗ് ഷോട്ട് എന്ന് പറയുന്നത് തന്നെ ഗ്രെയിൻസാണ്. പിന്നെ കുറേ ചിക്കൻസ്, ഒരു ഗ്രാമപ്രദേശം റോമിൽ. അവിടെ നിന്ന് തുടങ്ങി പിന്നെ ഷിപ്പ്, പഴയ കപ്പലുകൾ, പായ്ക്കപ്പലുകൾ, പിന്നെ അവിടെ നിന്ന് ക്യാനസ് വെച്ചിട്ട് അമ്പ് ചെയ്യുന്നു, വാറ്. അവിടെ നിന്ന് പിന്നെ ഈ ലൂസിയസിനെ പിടിച്ചുകൊണ്ടാണ് മാക്സിമസിൻ്റെ മകനെ. പിന്നെ കൊണ്ടുപോയിട്ട് അവിടെ സ്ലേവ് ആക്കിയിട്ട് ഗ്ലാഡിയേറ്റർ ആക്കുന്നതാണ്. ഗ്ലാഡിയേറ്റർ ആക്കുക എന്ന് പറഞ്ഞാൽ അറിയാലോ, അവിടെ ഈ റോമിലെ ആൾക്കാർ പിന്നെ അവരുടെ സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനെ ഈ കൊളോസിയത്തിലിട്ട് ഈ ഗ്ലാഡിയേറ്റേഴ്സിനെ കൊണ്ട് പരസ്പരം വെട്ടിച്ച് അവർ ചത്ത് അവരിങ്ങനെ അത് കാണണം. അത് കണ്ടിങ്ങനെ രസിക്കലാണ് അവിടെയുള്ള ആളുകളെ, രാജാക്കന്മാർ ഉൾപ്പെടെയുള്ള അവിടുത്തെ പ്രമാണിമാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഹോബി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നതാണ്. അത് മറ്റേ പടത്തിൽ അത് തന്നെ മാക്സിമസും അങ്ങനെയായിരുന്നല്ലോ. അപ്പോൾ ഇതിനിടയ്ക്ക് എന്ന് വെച്ചാൽ ഇവരുടെ ഈ വേല, ബ്ലഡ്, അതുപോലെ തന്നെ ഇവരുടെ ഫൈറ്റിംഗ് സ്പിരിറ്റ്. ഇപ്പോൾ പഴയതിലിപ്പോൾ കടുവേനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ അതുപോലെ കുറേ സാധനങ്ങളുണ്ട്. ഇതിൽ ഈ കൊളോസിയത്തിൻ്റെ നടുക്ക് ഒരു പൂള് പോലെ, വലിയൊരു പൂള് പോലെ, അതെന്ത് രസമെന്ന് അറിയാം. കൊളോസിയത്തിൻ്റെ നടുക്ക് പൂള്, ആ പൂളിനകത്ത് ഷിപ്പ് കൊണ്ടുപോയിട്ട് അതിനകത്ത് ഷാർക്കെല്ലാം ഉണ്ട്. എന്നിട്ട് അവിടെ നിന്ന് നടക്കുന്ന ഫൈറ്റ് പരിപാടി, അതുപോലെ മങ്കി ഫൈറ്റ് പറഞ്ഞാൽ കുരങ്ങനെ പോലെ ഫൈറ്റ് ചെയ്യില്ല, കുരങ്ങനായിട്ടുള്ള ഫൈറ്റ്, കണ്ടാമൃഗം, ഇങ്ങനെ പലതും. ഇതൊരു സർവൈവൽ കൂടെ. ഈ ഗ്ലാഡിയേറ്റേഴ്സ് സർവൈവ് ചെയ്ത് പോകാണല്ലോ. അതൊക്കെ കിട്ടുമായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഈ പീരീഡ് ഹിസ്റ്റോറിക് അല്ലെങ്കിൽ ഇങ്ങനത്തെ കാലഘട്ടം കാണിക്കുന്ന എപ്പിക് സാധനം കാണിക്കുമ്പോൾ കങ്കുവിലെ പോലെ ഇങ്ങനെ കങ്കു ഇങ്ങനെ DB കയറ്റിയിട്ട് പ്ലീസ് റിപ്ലൈ ബ്രോ, പ്ലീസ് ഗിവ് മീ റിപ്ലൈ ബ്രോ, എൻ്റെ DB എവിടെ, DB കയറ്റിയിട്ട് ചെവി അടിച്ച്. ഇപ്പോൾ എന്തൊക്കെ പഠനം നടക്കും, റസൂൽ പൂക്കുറ്റിയൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും DBയിലൊന്ന് കൊടുത്തിട്ട് ആൾക്കാർ ചെവി അടിച്ചു, കുറേ ആൾക്കാർ ചെവി അടിച്ച് മറ്റേ ഇതായി പോയനെ, പ്രശ്നമായി പോയനെ. അത് പോട്ടെ, ശിവ പറഞ്ഞായിരിക്കും വെർ ഈസ് DB ബ്രോ, പ്ലീസ് ഗിവ് മീ റിപ്ലൈ ബ്രോ എന്ന് പറഞ്ഞ് ശിവ ചെയ്യിപ്പിച്ചായിരിക്കും.
അപ്പോൾ അതുപോലെ ഇത് കാണുമ്പോൾ തന്നെ എന്തൊരു സുഖം അറിയാം. അതിൻ്റെ ഒരു ഗ്രേഡിങ്ങും അതിൻ്റെ ഒരു ബ്ലൂയിഷ് ടോണ്, പിന്നെ ബ്ലഡൊക്കെ നമുക്ക് ശരിക്കും കാണാം. ഇപ്പോൾ അമ്പ് കൊള്ളുന്നതായി കഴിഞ്ഞാലും കുത്തണതായി കഴിഞ്ഞാലും വെട്ടണതായി കഴിഞ്ഞാലും ശരിക്കും റിയലാണ്. ഇങ്ങനെ 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 ബ്ലഡൊക്കെ ഇങ്ങനെ ഇറ്റി വീഴും. അപ്പോൾ അത് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. അതൊരു സമാധാനത്തിലാണ് കാണുന്നത്, മനസ്സിലായില്ലേ? അല്ല ബഹളമല്ല, ഇത് യുദ്ധം അടി പിടി എന്ന് പറഞ്ഞാൽ ബഹളമായിട്ട് ആൾക്കാരെ അലോസരപ്പെടുത്തി അവരെ മെൻ്റൽ ടോർച്ചർ ചെയ്യുന്നതല്ല പരിപാടി. ഇത് കാണുമ്പോഴും കിട്ടുന്ന ഒരു സ്പിരിറ്റ് ഉണ്ട്, ആ ഒരു ട്രാൻസാക്ഷൻ ഉണ്ട്, അത് നമ്മളിലേക്ക് വന്നു ചേരും. അപ്പോൾ ഈ പടം കാണുമ്പോൾ അതിൻ്റെ ഡെപ്ത് ഭയങ്കര സുഖമാണ് ഇങ്ങനെ കണ്ടിരിക്കുക. അതായത് ഇത്തരത്തിലുള്ള സിനിമകൾ, ഹിസ്റ്റോറിക് പീരീഡ് സംഭവങ്ങൾ, വാറൊക്കെ ഇഷ്ടപ്പെടുന്ന, കോമ്പാറ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഭയങ്കര രസപ്പെടാണ്. പിന്നെ റിലീ സ്കോട്ടിൻ്റെ പടമാണ്. അപ്പം ഗ്ലാഡിയേറ്റർ കണ്ടിട്ടുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഈ സിനിമയിൽ കുറേ നല്ല ഡയലോഗ്സ് ഉണ്ട്, ഗ്ലാഡിയേറ്ററിലുള്ള പോലെ തന്നെ. അതിന് സമാനമായിട്ട് ഡയലോഗുണ്ട്, വെഞ്ചൻസിന് സമാനമായിട്ട് ഡയലോഗ്, ഐ വിൽ നെവർ ബി ആൻ ഇൻസ്ട്രുമെൻറ്റ് ഇൻ ദിസ് ബർത്ത് ഓർ ഇൻ ദ നെക്സ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ദിസ് ഈസ് ഹൗ റോം ട്രീറ്റ്സ് ഇറ്റ്സ് ഹീറോസ് എന്ന് പറഞ്ഞിട്ട്, അതാണ് റോമിലെ പരിപാടി, ഇതാണ് ഇവരുടെ സെറ്റപ്പ് ഇങ്ങനെയാണ്. പിന്നെ വേറെ ഡയലോഗുണ്ട്, യു ബോട്ട് എ ഗ്ലാഡിയേറ്റർ നോട്ട് എ സ്ലൈവ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ ഡയലോഗ്സ് ഉണ്ട്. അങ്ങനെയൊക്കെ ഉള്ളൊരു സിനിമയാണ്. എന്തായി കഴിഞ്ഞാലും വളരെ സാറ്റിസ്ഫൈഡ് ആണ്. എസ്പെഷ്യലി ക്ലൈമാക്സിൻ്റെ ഒരു സാധനമുണ്ട്, അതാണ് അങ്ങനെ കാണിക്കുന്ന സമയത്താണ് ആ ബ്ലഡ് ചെയ്യേണ്ട സാധനം ചെയ്യണം. റോമിലൊക്കെ ജനിച്ചിട്ട് മരിച്ചാൽ മതി, ഞാൻ നേരത്തെ പറഞ്ഞത്. പടം വെട്ടിയും ചത്താൽ ഇത് ഇവിടെ റിവ്യൂ ചെയ്ത് നാട്ടുകാരെ തെറിയും കേട്ടത് അതല്ല. അവിടെയൊക്കെ ജനിച്ചിട്ട് അന്ത നൂറ്റാണ്ടിലെ അങ്ങ് നല്ല ഗ്ലാഡിയേറ്ററായിട്ട് വെട്ടി കുത്തിയും മരിച്ചാൽ മതിയായിരുന്നു എന്നാണ് ഇപ്പോൾ തോന്നുന്നത്. ഇങ്ങനത്തെ പടം കാണുമ്പോഴുള്ളൊരു ഫീലാണ് ഞാൻ പറയുന്നത്. ഇതിൽ സ്കോർ ചെയ്തിരിക്കുന്ന ഹാൻസ് സിമ്മർ അല്ല, ഹെൻറി ഗ്രേഗ്സൺ വില്യംസ് എന്ന് പറഞ്ഞ ആളാണ്. പക്ഷേ ഇതിൽ ഹാൻസ് സിമ്മർ ഗ്ലാഡിയേറ്റർ ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ലാസ്റ്റ് ആ ഒരു എപ്പിക് കയോസും ട്രാജഡി അങ്ങനത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് സമാനമായ സീന്, നിലത്തുനിന്ന് ഇങ്ങനെ മണ്ണ് വാരിയിട്ട്, കൊളോസിയത്തിനകത്തുനിന്ന് മണ്ണ് വാരിയിട്ട് ആ സമയത്ത് ഗ്ലാഡിയേറ്ററിലെ അവസാനത്തെ ആ ഒരു സീനില്ലേ, ഇതെങ്ങനെ ആ പാടത്തൂടെ ഇങ്ങനെ കൈ ഇങ്ങനെ തടവി ഇങ്ങനെ സ്വർഗത്തിലേക്ക് പോകുന്ന പോലത്തെ ആ സമയത്ത് ഹാൻസ് സിമ്മർ കൊടുത്തിട്ടുള്ള ഒരു ഹെവൻലി സാധനം ഉണ്ടല്ലോ. ഇപ്പോഴിത് റിവ്യൂ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒന്നുകൂടെ പോയി കേൾക്കും ഞാൻ. ഹാൻസ് സിമ്മർ ഇങ്ങനെ അതൊന്ന് എന്തോ സംഭവം, ഹാൻസ് സിമ്മറിന് മാത്രം സാധിക്കുന്ന ഒരു സാധനം, അത് ഇതിൽ വീണ്ടും യൂസ് ചെയ്തിട്ടുണ്ട്. ആസ് എ ഹോൾ ഗ്ലാഡിയേറ്റർ റീവിസിറ്റ് ചെയ്ത പോലുള്ള ഒരു സിനിമ അത്രയ്ക്കും ഇല്ലെങ്കിലും അതിനോട് കിടപിടിക്കുന്ന ഒരു സിനിമ. ഐ വിൽ ഓൾസോ ഹാവ് മൈ വെഞ്ചൻസ് ഇൻ ദിസ് ലൈഫ് ഓർ ഇൻ ദ നെക്സ്റ്റ്.